ഹലോ മക്കളെ, ടെല്ല വി സിംപ്ലിഫൈ ലേണിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ ഇന്ന് ഇതാണ്ട് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മൾ ഇന്ന് സെറ്റ് ആക്കാൻ പോവാ. ഞാനൊരു 40 ക്വസ്റ്റ്യൻസ് ഇങ്ങനെ അടുക്കി സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഈ 40 ക്വസ്റ്റ്യൻസ് കഴിയുമ്പോഴത്തേക്കും കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏത് ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉറപ്പായിട്ടും ഷുവറായിട്ടും അത് അറ്റൻഡ് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? നമുക്കറിയാം, നമുക്ക് ജസ്റ്റ് പാസ്സായാൽ പോരെ, ഇനി നമുക്ക് ഫുൾ മാർക്ക് മേടിക്കണം അല്ലേ? നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? NCERT കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചാലേ പരിപാടി നടക്കത്തുള്ളൂ. നമുക്കറിയാം എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേൺ ഒക്കെ ചേഞ്ച് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം? ഇനി നമ്മൾ NCERT കംപ്ലീറ്റ് ആയിട്ട് തറവായിട്ട് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് എക്സാം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതെന്തായാലും നമുക്ക് അറിയാവുന്ന കാര്യമില്ല. ഇപ്പം റീസെൻ്റ് ആയിട്ട് ഗവൺമെൻറ് ഒരു ഇത് റിലീസ് ചെയ്തിട്ടുണ്ടല്ലേ, ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ എല്ലാം ചേഞ്ച് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ HSS ലൈവിൽ കയറിയേ കാണാൻ പറ്റും നിങ്ങൾക്ക് പുതിയൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്ക്. ആ ക്വസ്റ്റ്യൻസ് കണ്ടാൽ അറിയാം, NCERTയിലെ എക്സസൈസ് ക്വസ്റ്റ്യൻസും മിസ്ലേനിയസ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ആ ക്വസ്റ്റ്യൻസ്. അപ്പം ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? നമ്മളിനി തറവായിട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചാലേ കാര്യമുള്ളൂ. നമ്മൾ എക്സാമിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസത്തെ ഒരു ലൈവ് കണ്ടിട്ടോ അല്ലെങ്കിൽ തൊട്ട് മുന്നത്തെ ദിവസത്തിൽ ഏതെങ്കിലും ഒരു വൺ ഷോട്ട് വീഡിയോ കണ്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് നല്ലൊരു സ്കോർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എക്സാമിന് വാങ്ങിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? NCERT തറവായിട്ട് പഠിക്കാതെ ഇനി ഒരു രക്ഷയും ഇല്ല. അപ്പോൾ ഉറപ്പാണ്. ഓക്കെ, അപ്പം ഇനി CBSEക്കാരുടെ കാര്യമാണെങ്കിലും ഇത് തന്നെയാണ്. NCERT എന്ത് ചെയ്യണം? കംപ്ലീറ്റ് ആയിട്ട്. അവർക്ക് നേരത്തെയും NCERTയിൽ നിന്നും മിസ്ലേനിയസ് പാർട്ടിയിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു NCERT എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഇനി എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ഉറപ്പായിട്ടും ഇത് ഇപ്പോൾ ഞാൻ വീണ്ടും ഈ NCERT എന്ന് എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? NCERT പഠിച്ചേ പറ്റത്തുള്ളൂ, വേറൊരു പരിപാടി നടക്കത്തില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ നമ്മുടെ NCERT ചോദിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ നമ്മുടെ മിസ്ലേനിയസിനകത്തുള്ള എക്സാമ്പിൾസ്, അതുപോലെ തന്നെ പല കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു 40 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ ഈ ചാപ്റ്റർ സെറ്റ് ആവും, അത് ഞാൻ ഗ്യാരണ്ടി തരാം. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഏത് ക്വസ്റ്റ്യൻസ് വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷുവറായിട്ടും സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. നമുക്ക് ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന പാർട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ കണ്ടിന്യൂറ്റിയുടെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും സെറ്റാണെങ്കിൽ ബുക്കും പേനയും പേപ്പറും ഒക്കെ എടുത്ത് വെച്ച് എന്ത് ചെയ്യുക? എൻ്റെ കൂടെ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യായിരുന്നോ? ഞാനിവിടെ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ചെയ്ത് തീർക്കണം. ഓക്കെ, ഇപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പാസ് ചെയ്ത് വെക്കുക, വീഡിയോ സൊല്യൂഷൻ ബാക്കി കാണുക, കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രാക്ടീസ് ചെയ്ത് നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് എന്ത് ചെയ്യാം? കവർ ചെയ്യാം. ഓക്കെ, ബാ.